ഓക്കെ, അപ്പോൾ റിലയബിലിറ്റിയെ പറ്റിയുള്ള ഡിസ്കഷൻ അവസാനിച്ച ഈ സമയത്ത് ഇനി വാലിഡിറ്റി എന്താണ്? വാലിഡിറ്റി ഏതൊക്കെ ടൈപ്പിലുള്ള വാലിഡിറ്റി ഉണ്ട്, ഓരോ വാലിഡിറ്റി എങ്ങനെയാണ് SPSS അതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുക, ഇനി അല്ലാതെ SPSS അല്ലാതെ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുമോ, എക്സ്പേർട്ടിന്റെ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ വാലിഡിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കഷൻ നടത്തുന്ന അത്യാവശ്യമാണ്. അപ്പൊ അധികം ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, അത് LMS നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്ന് എന്താണ് വാലിഡിറ്റി? അപ്പൊ റിലയബിലിറ്റിയും വാലിഡിറ്റി അത് വളരെ അത്യാവശ്യം. അത് ഈ ക്വസ്റ്റിനെയറിനാണ് ഇത് രണ്ടും വേണ്ടത്. ഈ ക്വസ്റ്റിനെയർ വെച്ചാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റിനെയറിന് വേണ്ട രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിലയബിലിറ്റി, വാലിഡിറ്റി. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ക്വസ്റ്റിനെയർ ഉപയോഗിച്ചിട്ട് ഫൈനൽ ഡാറ്റ കളക്ട് ചെയ്യാവൂ. അപ്പൊ വാലിഡിറ്റി എന്ന് വെച്ചാൽ ഒരു സ്കെയില് നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്കെയില് അത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണോ ആ സ്കെയിൽ ഡെവലപ്പ് ചെയ്തത് അത് മെഷർ ചെയ്യാൻ ആ സ്കെയിലിന് പറ്റുമോ പറ്റത്തില്ലേ എന്ന കാര്യം കണ്ടുപിടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വാലിഡിറ്റി. അപ്പോ രണ്ട് തരത്തിലുള്ള വാലിഡിറ്റി ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്, ഒന്ന് ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ റിലയബിലിറ്റിയുടെ കാര്യം പോലെ തന്നെ നമ്മൾ ഈ വാലിഡിറ്റിയുടെ കാര്യത്തിലും എക്സ്റ്റേണൽ വാലിഡിറ്റിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, ഇന്റേണൽ വാലിഡിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്കിലും എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി, അത് ആലോചിക്കുന്ന അത്യാവശ്യമാണ്. എക്സ്റ്റേണൽ വാലിഡിറ്റി വെച്ചാൽ നമ്മൾ ഈ ഒരു സാമ്പിൾ, ഇപ്പൊ സോഷ്യൽ സയൻസിലൊക്കെ സാമ്പിൾ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഈ സാമ്പിൾ എടുത്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് നമുക്ക് പോപ്പുലേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ എന്ന് വെച്ചാൽ ഒരു ജനറലൈസേഷൻ പറ്റില്ലേ, അതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം, അതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ഇല്ല. അപ്പൊ രണ്ട് തരത്തിലുള്ള എക്സ്റ്റേണൽ വാലിഡിറ്റി ഉള്ളത്, ഒന്ന് പോപ്പുലേഷൻ വാലിഡിറ്റിയും ഒന്ന് ഇക്കോളജിക്കൽ വാലിഡിറ്റിയും കേട്ടോ. അപ്പൊ പോപ്പുലേഷൻ വാലിഡിറ്റി വെച്ചാൽ ഇത് തന്നെയാണ്, നമ്മള് സാമ്പിളിൽ നിന്ന് കിട്ടിയ ഈ ഫൈൻഡിങ്സ് നമുക്കൊരു വലിയ ഗ്രൂപ്പിന്റെ അവിടെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ അവിടെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ. അപ്പൊ ആ ഒരു കാര്യം അത് വളരെയധികം ആലോചിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. ഈ നമ്മൾ സൗകര്യത്തിന് വേണ്ടി നോൺ പ്രോബബിലിറ്റി സാമ്പിൾ മെത്തേഡ്സ് എല്ലാം സെലക്ട് ചെയ്യും ഡാറ്റ കളക്ഷന് വേണ്ടി. ആ നോൺ പ്രോബബിലിറ്റി സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് പോപ്പുലേഷൻ വാലിഡിറ്റി ഉണ്ടാവില്ല. എന്നാ ഈ റാൻഡം ഈ പ്രോബബിലിറ്റി സാമ്പിൾ മെത്തേഡ്സ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പോപ്പുലേഷൻ വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിൾ മെത്തേഡ്സ് ആണ് വെച്ചാൽ പോപ്പുലേഷൻ വാലിഡിറ്റി എന്ന എക്സ്റ്റേണൽ വാലിഡിറ്റി സാറ്റിസ്ഫൈഡ് ആയി എന്ന കാര്യം നമുക്ക് ഈ പാരിറ്റി സ്റ്റഡി നടത്തുമ്പോൾ അവിടെ എഴുതാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ അതൊരു എക്സ്റ്റേണൽ വാലിഡിറ്റി. അടുത്ത വാലിഡിറ്റി ഇക്കോളജിക്കൽ വാലിഡിറ്റി. ഈ ഇക്കോളജിക്കൽ വാലിഡിറ്റി വെച്ചാൽ നമുക്കൊരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മുടെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലേ, അതാണ് ഇക്കോളജിക്കൽ വാലിഡിറ്റി കേട്ടോ. നമ്മുടെ ഫൈൻഡിങ്സ്, നമ്മുടെ സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ഇക്കോളജിക്കൽ വാലിഡിറ്റി. അങ്ങനെ സാധാരണ സോഷ്യൽ സയൻസിൽ നമ്മുടെ റിസർച്ചിൽ ഇക്കോളജിക്കൽ വാലിഡിറ്റി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇക്കോളജി വാലിഡിറ്റി വളരെ ഹൈ ആയ അത് ഇന്റേണൽ വാലിഡിറ്റിയെ ബാധിക്കുകയും ചെയ്യും. ആ ഇന്റേണൽ വാലിഡിറ്റി ഇല്ലെങ്കിൽ നമുക്കിവിടെ റിസർച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്കോളജി വാലിഡിറ്റി ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കമ്മിയാണ്. ഈ ഫീൽഡ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയാലാണ് ഇക്കോളജി വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ റിയൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയുടെ എഫക്റ്റീവ്നെസ് അത് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കുള്ള കടകളിൽ പോയിട്ട് ശരിക്കുള്ള കടകളെ സെലക്ട് ചെയ്തിട്ട് അവിടെ ഈ പുതിയ പ്രൈസ് വസ്തുക്കൾ വിൽക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നു, സെയിൽസിൽ കസ്റ്റമറുടെ പർച്ചേസിംഗ് ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇക്കോളജിക്കൽ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇക്കോളജിക്കൽ വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റിയെ പറ്റി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്റേണൽ വാലിഡിറ്റി, അപ്പൊ എക്സ്റ്റേണൽ വാലിഡിറ്റി കഴിഞ്ഞു. ഇനി ഇന്റേണൽ വാലിഡിറ്റി അത് അടുത്ത ക്ലാസ്സിലാവാം, കാരണം നമുക്ക് വീഡിയോ അതേ ലെങ്ത് പറ്റില്ല. അതിന് മുന്നേ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള
ഇന്റേണൽ വാലിഡിറ്റി. അപ്പൊ ഇതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട കാര്യം. ഇന്റേണൽ വാലിഡിറ്റി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ മെഷർ, അതാണ് ഇന്റേണൽ വാലിഡിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വാരിയബിളിന് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ. ഈ ഇൻഡിപെൻഡന്റ് വാരിയബിൾ മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡന്റ് വാരിയബിൾ വ്യത്യാസം ഉണ്ടാക്കുന്ന എന്ന രീതിയിലേക്ക് പോകണം. അങ്ങനെ പോകുന്നുണ്ടെങ്കിലാണ് അവിടെ ഇന്റേണൽ വാലിഡിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ട്, നമ്മളതൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടാവുന്ന വ്യത്യാസത്തെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്കെയിൽ ശരിയല്ല. അതാണ് ഒരുപാട് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ട്. ഒരുപാട് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടാവുന്ന മാറ്റത്തെ പറ്റി മനസ്സിലാക്കുക. അപ്പൊ ഇന്റേണൽ വാലിഡിറ്റി ഇല്ല. ഓരോന്നേ നോക്കാം. അപ്പോ കാണാം ക്രൈറ്റീരിയൻ വാലിഡിറ്റി, അതിന് 3 ടൈപ്പ്: പ്രിഡിക്റ്റീവ് വാലിഡിറ്റി, കൺകറന്റ് വാലിഡിറ്റി, പോസ്റ്റ് ഡിക്റ്റീവ് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി. കൺസ്ട്രക്റ്റ് വാലിഡിറ്റിക്ക് 2 ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി, അതുപോലെ കൺവേർജന്റ് വാലിഡിറ്റി. ഇനി ഓരോ വാലിഡിറ്റി ആയിട്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റിലയബിലിറ്റിയിൽ ഇന്റേണൽ റിലയബിലിറ്റി പോലെ വാലിഡിറ്റിയിൽ ഇന്റേണൽ വാലിഡിറ്റി ആണോ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പാർട്ട് സ്റ്റഡി അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.